Hi, good evening, guys. നമ്മൾക്ക് ഈ വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ മൂവ്മെന്റ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങോട്ടാണ് പ്രോബബിലിറ്റി പോകാനുള്ള ചാൻസസ് ഉള്ളതെന്ന് കണ്ടെത്താം. ബെസ്റ്റ് എൻട്രീസ് എവിടെയുള്ളതെന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതായത് 3 ആഴ്ച മുന്നേ ഉണ്ടാക്കിയ ഒരു ക്യാൻഡലിന്റെ ഉള്ളിൽ 2 ഇൻസൈഡ് ബാറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 1, 2, 3 ഈ 3 ക്യാൻഡില് അത് 2721ന്റെയും 2605ന്റെ ഇടയിൽ എന്തൊക്കെയാണ് മാർക്കറ്റ് കൺസോൾട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ കൺസോൾട്ടേഷനിൽ തന്നെ നമുക്ക് വേറെ കാര്യം അറിയാം. ഈ ലാസ്റ്റ് വീക്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വന്നേ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു സെല്ലിംഗ് പ്രഷർ മുകളിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ എന്തായിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് എന്താക്കാം ഡെയിലി ചാർട്ടിൽ നോക്കിയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. നോക്കാം. ഡെയിലി ചാർട്ടിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു അപ്പ് ഉണ്ടാക്കി ഡൗൺ ടൗണിലേക്ക് വന്നു, ഡൗൺ ടൗണിലാക്കി ലോ വന്നു, ലോ വന്നു, ഹൈ ഉണ്ടാക്കി ഒരു കൺസോൾട്ട് സ്റ്റേജ് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. 2721 ടു 2606 എന്ന കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ അവിടെ കാണുന്നുണ്ട്. 2721 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടത് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഡെയിലി ചാർട്ടില് sorry guys, ഡെയിലി ചാർട്ടിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വർക്കൗട്ട് ചെയ്തായിട്ട് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് എടുത്തു, പിന്നെ ഒരു റെസിസ്റ്റൻസ് എടുത്തു, പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ബ്രേക്കൗട്ട് വന്ന് റിട്ടേൺ പോയി, പിന്നെ സപ്പോർട്ട് എടുത്തു, പിന്നെ മുകളിലേക്ക് പോയി, പിന്നെയും ഇത് താഴോട്ട് വന്നു. ഇതാ ഈ ഒരു ലൈനിൽ ഇതിനകത്ത് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് വന്നു, പിന്നെ എന്തൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്തു മുകളിലേക്ക് പോയി താഴോട്ട്. ഈ ഒരു റേഞ്ചിൽ എന്താക്കുന്നുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് വൺ ഡേയിലെ. അതേപോലെ തന്നെ ഡെയിലി ചാർട്ടില് ഇവിടെ ഒരു ട്രെൻഡ് ലൈന് താഴെ സപ്പോർട്ടിങ് ട്രെൻഡ് ലൈനായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. ഒന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു, പിന്നെ മുകളിലേക്ക് പോയി, പിന്നെ ഇത് ഒരു സപ്പോർട്ട് എടുത്തു, പിന്നെ മുകളിലേക്ക് പോയി, പിന്നെ ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി. ഇത് ട്രെൻഡ് ലൈന് ഡെയിലി ചാർട്ടിൽ ഇത് ട്രെൻഡ് ലൈൻ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ 2605 എന്ന ഒരു പോയിന്റും വളരെ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കീ ലെവലാണ് 2605 എന്നൊരു സപ്പോർട്ടിംഗ് ലെവൽ കീ ലെവലായിട്ട് വർക്ക് ചെയ്യും. കാരണം ഒരു ട്രെൻഡ് ലൈനും അതിനൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റിന്റെ ഏകദേശം ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ്.
2721 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ്പ് മൂവ്മെൻറ്റും 2605 താഴേക്ക് ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതിനുള്ളൊരു കൺസോളിഡേഷൻ സ്റ്റേജാണ് നിൽക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ചെറിയ ടൈം ഫ്രെയിമായ 4 ഹവറിലേക്ക് പോയി നോക്കാം. ഫോർ ഹവറിൽ നമുക്കിനി മെയിനായിട്ടുള്ള എഫ് ഇ ജി ഓർഡർ ബുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. മാർക്കറ്റ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നിന്നൊരു ഒരു OB ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ OBയിലേക്ക് മാർക്കറ്റ് എത്തി. മാർക്കറ്റ് അവിടെ നിന്നൊരു സഡൻ ലിക്വിഡേഷൻ എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു FEG കാണാൻ പറ്റുന്നതാവും, ഒരു OB കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 4 ഹവറിലെ 1 OB കാണുന്നുണ്ട്. അതിന് തൊട്ട് താഴത്തിൻ്റെ ഒരു FEG എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം. സോറി, ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്കൊരു യെല്ലോ കളർ കൊടുക്കാം. ഒരു FEG ആണ്. 4 ഹവറിലൊരു FEG കിടക്കുന്നുണ്ട്. 4 ഹവറിലൊരു ഓർഡർ ബുക്കും തൊട്ട് മുകളിലായിട്ട് 2680 ആ റേഞ്ചിൽ ഒരു OB കിടക്കുന്നുണ്ട്. താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്, മിറ്റിഗേറ്റ് ചെയ്തൊരു ഓർഡർ ബ്ലോക്ക് താഴെ കിടക്കുന്നുണ്ട്. മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഫ്ലിപ്പ് 1 മിനിറ്റ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഫ്ലിപ്പ്ഡ് ഓർഡർ ബ്ലോക്കിലാണ്. നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ഫ്ലിപ്പ്ഡ് ഓർഡർ ബ്ലോക്കിലാണ് മാർക്കറ്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നിൽക്കുന്നത്. ഓൾറെഡി അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇനി ഒരു 4 ഹവറിലെ എക്സ്പെക്ടേഷൻ പ്രകാരം മാർക്കറ്റ് ഇവിടെ നിന്ന് റിട്ടേൺ പോയി ഈ ഒരു FEGയിലോ അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിലോ വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ തട്ടി മാർക്കറ്റ് എന്ത് ചെയ്യണം, താഴോട്ടേക്ക് വരാനാണ് പ്രോബബിലിറ്റി കാണുന്ന 4 ഹവറിൽ. നമുക്ക് ഈ ചെറിയ ടൈം ഫ്രെയിമായ 1 ഹവറിലേക്ക് പോയി നോക്കാം. വൺ ഹവറിൽ ഹയർ ലോ ഉണ്ടാക്കി മുകളിലേക്ക് പോയ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഇവിടുന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. പിന്നെയും മുകളിൽ കട്ട് ചെയ്യുമ്പോൾ പിന്നെയും താഴോട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. പിന്നെ പിന്നെയും മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന് താഴോട്ട് വരുന്ന 1 ഹവറിലൊരു ബേരിഷ് മൂവ്മെന്റ് ആണ് മാർക്കറ്റ് കാണുന്നത്. മാർക്കറ്റിലെ ഒരു ബേരിഷ് മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും കാര്യമായതുണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 ഹവർ ലോബി, ഇവിടെ ഒരു 1 ഹവർ ലോബി ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു OB 1 ഹവറിലൊരു OB ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് നമുക്കൊന്ന് വേറെ ഒന്നും മെയിനായിട്ട് കാണുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഫിബ് വരച്ചിട്ട് ഇതിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എവിടെയാണെന്ന് നോക്കാം. ലാസ്റ്റിൻ്റെയൊക്കെ സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയാണ് ലാസ്റ്റിൻ്റെയൊക്കെ സിങ്. ആ സിങ്ങിൻ്റെ ഫെബ് 5 എന്ന് പറയുന്നത് നമ്മളെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിബ് 5ൻ്റെ കളർ സാധാരണയായിട്ട് ഗ്രീൻ ആണ് യൂസ് ചെയ്യാറ്. ഏത് കളറാണ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. $2669 ഫിബ് 5 കിടക്കുന്നുണ്ട്. അവിടെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് മുകളിലേക്ക് നേരെ വരച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം അപ്പം ഏകദേശം ഇത് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇനി നാളെ ഇവിടെ നിന്ന് 2648 നിന്ന് 2670 70 അല്ലെങ്കിൽ 80 ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യണം, മാർക്കറ്റ് പോയിട്ട് അവിടെ നിന്ന് ഒരു one minute guys. ഓക്കെ, മാർക്കറ്റിന് ഏകദേശം ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രോബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് ഇവിടെ നിന്ന് ഒന്ന് റിട്രേസ്മെന്റ് തന്നെ മാർക്കറ്റ് ഏകദേശം 2670 80 ആ റേഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് 2605 വന്നൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബാക്കി നമുക്ക് എന്താക്കാം, എങ്ങനെയാണ് മൂവ്മെന്റ്സ് എന്നുള്ളത് നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് അനുസരിച്ചായിരിക്കും. ഇനി ഇതിൻ്റെ താഴോട്ടേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ മാർക്കറ്റ് എന്താകും, താഴോട്ടുള്ള എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഫസ്റ്റ് എടുത്ത് ഇവിടുന്ന് ഒരു എക്സ്ചേഞ്ച് ഓഫ് കാറ്റ് കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് നമുക്ക് 2605 ഇവിടെ നിന്ന് മാർക്കറ്റിൻ്റെ എന്താക്കാം ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. അതായത് മാർക്കറ്റ് ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ വരെ വന്നു, ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് നാളെ ചെയ്യാൻ ചാൻസ് ഉള്ളത് ഒരു റിട്രേസ്മെന്റ് തന്ന് 2670 നിന്ന് താഴോട്ടേക്ക് വന്ന് 2605 എന്ന എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്ത് പിന്നെ മുകളിലേക്ക് മാർക്കറ്റ് അവിടുന്ന് റിട്ടേൺ മുകളിലേക്ക് തന്നെയാണ് പോകാനാണ് പ്രോബബിലിറ്റി കൂടുതലായി കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റിക്ക് ആദ്യം ചാൻസ് കൊടുക്കാം. മാർക്കറ്റ് നാളെ എങ്ങനെ വരാൻ ഒരു പ്രോബബിലിറ്റി കാണുന്നുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു കൺഫർമേഷൻ എടുത്തിട്ട് വേണം താഴോട്ടേക്കുള്ള ട്രേഡ് നോക്കാൻ. നമുക്ക് എന്താക്കാം, നാളെ എങ്ങനെയാണ് മാർക്കറ്റ് പ്രോബബിലിറ്റി എന്ന് നോക്കാം. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം മാർക്കറ്റ് നാളെ 2000 2600
ഈ രീതിയിലാണ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പം നോക്കാൻ ശ്രദ്ധിക്കുന്നത്. ഒരു സെൽ സൈഡ് നമുക്ക് 2680 വരെ അതിൻ്റെ ഉള്ളിൽ ഒരു സെൽ എൻട്രി നമുക്ക് ഇവിടുന്ന് കൺഫേം ചെയ്ത് കിട്ടുകയാണെങ്കിൽ 2605 ടൈപ്പ് എടുത്തൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദ അപ്ഡേഷൻ നാളെ നമുക്ക് എന്താക്കാം വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ഓക്കെ, all of you, thank you to watching this videos. Please subscribe and to നിങ്ങളുടെ ഫ്രണ്ട്സ് ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഇത് എന്തൊക്കെയാണ് ട്രേഡ് ഈ ചാനലൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ബട്ടൺ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.